ജനിക്കുന്നതിന് മുൻപേ മദ്ഹ് തുടങ്ങി. മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ സിഫത്ത് പറയാത്ത ബി തൗറാത്തി മൂസാ നഅ്തു വസിഫാതുഹു വഇൻജീലു ഈസാ ഫിൽ മദാഇഹി മുത്നിബു. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്തിലും ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇൻജീലിലും എന്ന് വേണ്ട ഖുർആൻ ഒഴികെയുള്ള 103 കിതാബുകളിലും ധാരാളം ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട് സിഫത്തു റസൂലില്ലാഹ് നഅ്തു ഹബീബില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണം പറയാതെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനവും തങ്ങൾ വരുന്നുണ്ട് എന്ന ബിശാറത്തു സുവിശേഷം അറിയിക്കാതെ ഒരു നബിയും അവരുടെ ദഅവത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള അമ്പിയാക്കളെല്ലാം അവരുടെ അനുയായികളോട് നിർബന്ധമായും പറഞ്ഞു പോയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു, അവിടുത്തെ സന്തോഷവും അവിടുത്തെ ബഹുമാനവും പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനാണെങ്കിലോ മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനവുമാണ്. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ജനിക്കുന്ന സമയത്തും അതിനു മുൻപും അതിന് ശേഷവും 1500 കൊല്ലം കഴിഞ്ഞിട്ടും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനത്തിനൊരു കുറവുമില്ല. വറഫഅനാ ലക ദിക്റക്, അങ്ങയുടെ ഓർമ്മയെ, അങ്ങയുടെ സ്മരണയെ, അങ്ങയുടെ കീർത്തിയെ, പ്രശംസയെ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനമാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതമാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നവർ തങ്ങളിലേക്ക് ആകൃഷ്ടരാവുകയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുമ്പോൾ അത്ഭുതം കൂറുകയാണെന്ന് കണ്ടവർ. നമ്മുടെ നാട്ടിൽ തന്നെ മുസ്ലിം പേരുള്ള ചില ആളുകൾ പറയാറുണ്ട്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുള്ളയുടെയും ആമിനയുടെയും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരെയും മകനായി മക്കയിൽ ജനിച്ചു. ഒരു 40 വയസ്സുവരെ സാധാരണക്കാരായ കുട്ടികൾക്കിടയിൽ അങ്ങനെ സാധാരണക്കാരനായി ജനിച്ചു, ജീവിച്ചു. ഒരു അറബി പയ്യനായി അങ്ങ് വളർന്നു. 40 വയസ്സാകുമ്പോൾ ഒരു ഉദ്യോഗം കിട്ടിയതുപോലെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതാണ്. അതിനേക്കാൾ, ഈ പറയുന്ന വാചകങ്ങളെക്കാൾ തങ്ങളെ നിസാരപ്പെടുത്തുന്നത് എന്താണുള്ളത്? അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചവും സന്തോഷവും നൽകട്ടെ. ഇല്ലെങ്കിൽ അത്തരം മുസീബത്തുകളെ തൊട്ട് നമ്മുടെ കുടുംബം, നാട്, രാജ്യമൊക്കെ അള്ളാഹു തആല രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ അത്ഭുതമാണ്. മലക്കുകൾ ആ സന്തോഷം പങ്കിടുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നവർ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം പറയുകയാണ്. പ്രസവിക്കപ്പെടുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മുത്തുനബിന്റെ ഉപ്പാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് കഅബന്റെ അടുക്കലാണ് ഉള്ളത്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്കാണെങ്കിൽ സാധാരണ നമ്മുടെ സഹോദരിമാർക്ക് പ്രസവത്തിന്റെ സമയത്ത് വേദനയും ബേജാറും വിഷമങ്ങളൊക്കെ ഉണ്ടാകും. ഗർഭിണികൾക്ക് മുഴുവനും നീ സുഖപ്രസവം നൽകണേ അല്ലാ. ആമീൻ പറയണില്ലേ ഈ നാട്ടുകാർ? എനിക്ക് വളയെന്നോർത്ത് നല്ലോണം പരിചയമുണ്ട്. അള്ളാഹു നമ്മളൊക്കെ നല്ല ബന്ധങ്ങളൊക്കെ അള്ളാഹു സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി തരട്ടെ. നിങ്ങൾ പറയുന്നുണ്ട്, ചുണ്ടനങ്ങുന്നുണ്ട്, ഇങ്ങോട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാർക്ക് അള്ളാഹു തആല സന്തോഷം നൽകട്ടെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക്, സദസ്സിലുള്ളവർക്ക്, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് അടുത്ത റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക്
നല്ല മക്കളെ നൽകണേ അല്ലാ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സഹോദരിമാർക്കുണ്ടാകുന്ന പ്രസവത്തിന്റെ സമയത്തുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ആമിന ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. ആസിയ ബീവിയാണ് വരുന്നത് സന്തോഷിപ്പിക്കാൻ, മറിയം ബീവിയാണ് സന്തോഷിപ്പിക്കാൻ വേണ്ടി വരുന്നത്. സുബ്ഹാനല്ലാഹ്, ഓരോ മാസങ്ങളിലും വലിയ വലിയ അമ്പിയാക്കളിൽ പ്രമുഖരായ മഹാന്മാരാണ് വരുന്നത്. ഇരിക്കട്ടെ, പ്രസവിക്കപ്പെട്ട ഉടനെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിന്റെ വാപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. അബ്ദുൽ മുത്തലിബിനെ വിളിക്കാൻ വേണ്ടിയിട്ട് കാബന്റെ അടുക്കലുള്ള അബ്ദുൽ മുത്തലിബിനെ വിളിക്കാൻ വേണ്ടി ആളേക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ഓടി വരികയാണ്, സന്തോഷത്തോടെ വരികയാണ്. പ്രസവിക്കപ്പെട്ടിരിക്കുന്ന കുട്ടിയെ നോക്കുന്നു. പ്രസവിച്ചിരിക്കുന്ന ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിന്റെ വാപ്പയെ വിളിക്കുകയാണ്. യാ അബുൽ ഹാരിസ്. അബുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ പേരാണ്. യാ അബുൽ ഹാരിസ് വുലിദ ലക മൗലൂദ്. എന്നിട്ട് പറയുന്നേ, നിങ്ങൾക്ക് നല്ല ഒരു മകൻ ജനിച്ചിട്ടുണ്ട്. ഭർത്താവിന്റെ ഉപ്പനോട് പറയാണ്, നല്ല ഒരു പൊന്നുമോൻ ജനിച്ചിട്ടുണ്ട്. ലഹു അംറുൻ അജീബ്. അല്ലാഹ് ദുനിയാവിൽ ആദ്യത്തെ മൗലീദ് ചൊല്ലുകയാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹാ. ആമിന ബീബി പറയുന്നത് എന്താ? പ്രസവിച്ച ഉമ്മ പറയുന്നത് എന്താണ്? ലഹു അംറുൻ അജീബ്. ഇതൊരു വലിയ അത്ഭുതമുള്ള മോനാണ്. നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ഭയങ്കര അത്ഭുതമുള്ള മോനാണ്. അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്ന, അലൈസ ബശറൻ സവിയ, നല്ല ഒത്ത കുട്ടി എന്നല്ലേ? സൃഷ്ടിപ്പിൽ തകരാറൊന്നുമില്ല, നല്ല റാഹത്തുള്ള കുട്ടി എന്നല്ലേ? അപ്പൊ പറയുന്ന അതേ, പക്ഷെ വലാകിൻ സഖത സാജിദാ. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ സുജൂദിലാണ് കുട്ടിയുള്ളത്. സുജൂദിലാണ് ഈ പൊന്നുമോൻ ഉള്ളത്. ثم رفع رأسه وإصبعه إلى السماء. പ്രസവിക്കപ്പെട്ട ഉടനെ സുജൂദിലാണ്. പിന്നെ കൈയും തലയും ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് പ്രസവിക്കപ്പെട്ടിരിക്കുന്ന പൊന്നുമോന്റെ അത്ഭുതം പറയുകയാണ്. എല്ലായിടങ്ങളിലും അത്ഭുതമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സാധാരണ കുഞ്ഞിന്റെ ജനനമോ ഒരു സാധാരണ കുഞ്ഞിന്റെ ജീവിതമോ ആയിരുന്നില്ല തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും വളർച്ചയും. തങ്ങളെ കേട്ടവരും പഠിച്ചവരും അറിഞ്ഞവരും എല്ലാം അങ്ങനെയാണ് പറഞ്ഞത്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നന്നായി തങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ. മുത്തായ തങ്ങൾക്ക് 2 വയസ്സുവരെ മുലയൂട്ടി 4 വയസ്സുവരെ പോറ്റി വളർത്തിയ ഉമ്മയാണ് ഹലീമത്തു സഅദിയ. മഹദി പിന്നീട് മുസ്ലിമാണ്, ഭർത്താവ് ഹാരിസും മുസ്ലിമാണ്, മക്കളൊക്കെ മുസ്ലിങ്ങളാണ്. എല്ലാവരും തങ്ങളെ സ്വഹാബിൽപ്പെട്ടവരാണ്. അവരൊക്കെ സ്വർഗത്ത് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹുവിന്റെ വീട് ഏകദേശം ത്വായിഫിന്റെ ഭാഗത്താണ്. മഹദി പറയാണ്, ഞാനും കുടുംബവും എൻ്റെ ഭർത്താവ് ഹാരിസും അപ്പോൾ മുല കുടിക്കുന്ന മകൻ അബ്ദുള്ളയാണ്. ആ മകനുമാണ് എൻ്റെ കൂടെ ഉള്ളത്. മറ്റു 9 കുടുംബങ്ങൾ വേറെ ഞങ്ങളെ നാട്ടിൽ നിന്നും വന്നിട്ടുണ്ട്. അന്ന് മക്കയിലൊരു പ്രത്യേകത, മുല കൊടുക്കാൻ വേണ്ടി കുട്ടികളെ മറ്റു നാടുകളിലേക്ക് പറഞ്ഞേക്കും. അവിടെയുള്ള നല്ല ശുദ്ധഭാഷയും ശുദ്ധ പ്രകൃതിയും കേട്ട് ശീലിച്ചവർ വളരാനാണ്. ഹലീമ ബീവി പറയുന്ന 10 ആളുകൾ 10 കുടുംബങ്ങളുള്ള ഒരു സംഘമാണ് ഞങ്ങൾ. ഞാൻ സഞ്ചരിക്കുന്നത് ഒരു മെലിഞ്ഞ ഒരു പെൺ കഴുതയുടെ പുറത്താണ് എൻ്റെ സഞ്ചാരമുള്ളത്. 9 ആളുകൾക്കും നല്ല വാഹനങ്ങളുണ്ട്. എൻ്റെ കൂടെ ഭർത്താവും ചെറിയ മകനുമുണ്ട്. കറവ പറ്റിപ്പോയ ഉണങ്ങിയ ഒരു ഒട്ടകമാണ് നിങ്ങളെ കൂടെ ഉള്ളത്. ഞങ്ങൾക്ക് തന്നെ മക്കൾക്ക് മുല കൊടുക്കാൻ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തതിനാൽ പ്രശ്നമാണ്. അപ്പൊ പിന്നെ ഇപ്പോൾ മുല കൊടുക്കാൻ വേണ്ടി വരുന്നത് ഇതിന് ശമ്പളം കിട്ടുന്ന പരിപാടിയാണ്, ഇതൊരു ജോലി കൂടിയാണ്. സ്വന്തം മക്കൾക്കും കൂടി അതുകൊണ്ട് റാഹത്താകുന്നതാണ്. 9 ആളുകളും മക്കയിലേക്കുള്ള യാത്രയിൽ 9 കുടുംബക്കാരും
അവരുടെ വാഹനങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. അവരിടക്കിടക്ക് നിർത്തിയിട്ട് ഹലീമ ബീവിയോട് ചോദിക്കുന്നു, ഹലീമ, നീ എന്തേ നിന്റെ വണ്ടി ബേക്കോട്ടാണോ ഓടുന്നത്? എന്തേ നിങ്ങൾ ഓടിയിട്ട് എത്തുന്നില്ല? കുറച്ച് സ്പീഡ് കൂട്ടൂന്നാ പറയുന്നത്. പക്ഷേ ഹലീമ പറയാണ്, ഈ വാഹനത്തിന് അത്രേ സ്പീഡുള്ളൂ, എത്ര തിരിച്ചാൽ ഈ സാധനം ഓടൂല, ഇതിന്റെ എഞ്ചിൻ ശരിയില്ല. അന്നത്തെ വാഹനമാണ്. ഒരു പാവപ്പെട്ട ഒരു മെലിഞ്ഞൊട്ടിയ ഒരു പെൺകഴുതയുടെ പുറത്താണ് സഞ്ചാരം. ഹലീമ ബീബിന്റെ മനസ്സ് നൊന്ത ഒരു യാത്ര കൂടിയാണത്. മക്കയിലെത്തിയിട്ട് കുട്ടികളൊക്കെ അന്വേഷിച്ചു കണ്ടെത്തുകയാണ്. 9 ആളുകൾക്കും ഏകദേശം അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് നല്ല കുടുംബത്തുനിന്ന് തന്നെ കുട്ടികളെ കിട്ടുകയാണ്. പൊന്നുമോൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് ബാപ്പയില്ലല്ലോ. ഉപ്പാപ്പന്റെ സംരക്ഷണത്തിലായതിനാൽ കിട്ടുന്ന ആനുകൂല്യം കുറയുമോ എന്ന ആശങ്ക വന്നവർക്കുണ്ട്. പക്ഷെ ഹലീമത്തു സഅദിയ റളിയല്ലാഹു തആല അൻഹാ ഈ പൊന്നുമോനെ നോക്കിയിട്ട്, ഹാരിസ് റളിയല്ലാഹു അൻഹും അവര് നോക്കിയിട്ട്, ഹാരിസ് പറയാണ്, അസല്ലാഹു അൻ യജഅല ലനാ ഫീഹി ബറക. ഹലീമ, നമുക്ക് ഈ കുട്ടിയെ എടുക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ബറക്കത്ത് തരും. അല്ലാഹു തആല നമുക്കിതിൽ ബറക്കത്ത് തരാൻ വേണ്ടി കാര്യമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ മോനെ എടുക്കാമെന്ന് അഭിപ്രായപ്പെടുകയും പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് പിന്നെ യാത്ര തുടരുകയും യാത്ര മടക്ക യാത്ര തുടങ്ങുകയുമാണ്. ഹലീമ ബീബി പറയുന്ന എന്തൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, തിരിച്ചു പോകുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഒരു വഴിയിൽ അതാ ഒട്ടകമുണ്ട്, ഉണങ്ങിപ്പോയ ഒട്ടകം, മെലിഞ്ഞുപോയ അകിട് പറ്റിയ ഒട്ടകം. ഈ ഒട്ടകത്തെ കറന്നാൽ ഒന്നും കിട്ടാറില്ല. പക്ഷെ ഒരു പരീക്ഷണാർത്ഥം ഹാരിസ് പാത്രവും എടുത്തിട്ട് ഒട്ടകത്തെ കറക്കാൻ വേണ്ടി പോയി. അകിടൊന്ന് തട്ടി നോക്കുമ്പോൾ ഒട്ടകം പാല് ചുരത്തുകയാണ്. കറന്നു നോക്കുമ്പോൾ നല്ല പാല് ലഭിക്കുകയാണ്. കൊണ്ടുപോയ പാത്രം നിറഞ്ഞ പാത്രവുമായി ഹലീമ ബീബിയെ സന്തോഷപൂർവം ഹലീമ ബീബിന്റെ അടുക്കലേക്ക് തിരിച്ചു വരുമ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഹലീമത്തു സഅദിയ ചോദിക്കുന്നല്ല, എന്തൊരത്ഭുതമാണ്, കറവ പറ്റി ഉണങ്ങിപ്പോയ ഒട്ടകം പാല് ചുരത്തിയോ? പാത്രം മുഴുവനും പാലാണല്ലോ. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയോട് ഭർത്താവ് ഹാരിസിന്റെ മറുപടി ഈ പൊന്നുമോന്റെ മുഖത്ത് നോക്കി പറയുന്നു, ലഖദ് അഖസ്തി നിസ്മതം മുബാറക. ഹലീമ, ഇതാ പൊന്നുമോന്റെ ബഹുമാനമാ, നീ എടുത്തിരിക്കുന്ന ഈ പൊന്നുമോന്റെ ബറക്കത്താണിത്. മുഹമ്മദുർ റസൂലുള്ളാഹ്, ജനിച്ച ഉടനെ ബഹുമാനവും ബറക്കത്തുമാണ്. വീട്ടിലെത്തി നോക്കുമ്പോൾ ഉണങ്ങിപ്പോയൊരു മരമുണ്ടായിരുന്നു, അത് റെഡിയായി നിൽക്കുകയാണ്, പച്ച പിടിച്ച് നിൽക്കുകയാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറിയ ആടിൻ പറ്റങ്ങൾ, കുറച്ച് ആട്ടുകുട്ടികൾ ഉണ്ടായിരുന്നു, ആടുകൾ ഉണ്ടായിരുന്നു. ആടിനെ മേയ്ക്കുന്ന ആട്ടിടയന്മാര് പോയി വരുമ്പോൾ സാധാരണ കുറച്ച് നാളുകളായി പാല് കാര്യമായി കിട്ടാറില്ല. പക്ഷേ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം മുതൽ ആടുകൾ വയറ് നിറച്ചിട്ടാണ് വരുന്നത്, അകിടിൽ പാല് ചുരത്തിയിട്ടാണ് വരുന്നത്. ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ആട്ടിടയന്മാരോട്, അയൽവാസികൾക്കൊക്കെ ആടുണ്ട്, ആട്ടിടയന്മാരുമുണ്ട്. ആ വീട്ടുകാര് ചൂടാവുകയാണ്, ദേഷ്യം പിടിക്കുകയാണ്. എന്തുകൊണ്ട് ഹലീമ ബീബിയുടെ ആടിനെ മേയ്ക്കുന്നിടത്ത് നിങ്ങൾ ആടിനെ മേയ്ക്കുന്നില്ല? അതിന് പാല് കിട്ടുന്ന, വയറ് നിറയുന്ന നമ്മുടെ ആടിന്റെ കോലം എന്താണ്? ഇങ്ങനെ അവർ ചൂടാവുകയാണ്. അപ്പൊ ഈ വേലക്കാര് പറയുന്ന, എവിടെ എന്തോ ആ വീട്ടിലൊരു അത്ഭുതമുണ്ട്. അവര് ആടിനെ മേയ്ക്കുന്ന അതേ പറമ്പം തന്നെയാണ് നമ്മുടെ ആടിനെ മേയ്ക്കുന്നത്. പക്ഷെ നമ്മുടെ ആടിന്റെ അകിട് നിറയുന്നില്ല, വയറ് നിറയുന്നില്ല. അതേ സ്ഥലത്ത് തന്നെയാണ് ആടുകളെ ഹലീമയും മേയ്ക്കുന്നത്, ഹലീമന്റെ പണിക്കാരും മേയ്ക്കുന്നത്. പക്ഷേ അതിൽ പാല് ചുരത്തുന്നു, വയറ് നിറയുന്നു. ആ വീട്ടിലിപ്പോ എന്തോ ഒരു പുതിയ അത്ഭുതം വന്നിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അത്ഭുതമാണ്.
ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 4 വയസ്സിൽ ഹലീമ ബീബി മക്കയിൽ കൊണ്ടുവരികയാണ്. ആമിന ബീബിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ തിരിച്ചു പോവുകയാണ്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മന്റെയും ഉപ്പാപ്പന്റെയും അടുക്കൽ വളരുകയാണ്. 6 വയസ്സാകുന്ന സമയത്താണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലൊരു ചിന്ത, മകനെയും കൂട്ടി ഒരു ടൂർ പോയാൽ, ഒരു സിയാറത്ത് യാത്ര നടത്തിയാലോ? എങ്ങോട്ടാണ് യാത്ര പോകേണ്ടത്? ആമിന ബീബിന്റെ മനസ്സിൽ സങ്കടമായി നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അതിൽ യസ്രിബിന്റെ തേങ്ങലുണ്ട്. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീനയാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവിന്റെ ഉപ്പയായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബിന്റെ ഉമ്മ സൽമ ബിൻത് അംർ യസ്രിബുകാരിയാണ്. ഉപ്പ ഹാഷിം കല്യാണം കഴിച്ചത് യസ്രിബിൽ നിന്നാണ്. ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. ഹാഷിം മരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് സൽമ ബിൻത് അംറിന്റെ പള്ളയിലാണ്. 7 വയസ്സായപ്പോഴാണ് പിന്നെ മക്കയിലെത്തിയത്. ഇരിക്കട്ടെ, അവരെ കുടുംബക്കാരൊക്കെ അവിടെ ഉണ്ട്, അവരെ ഒന്ന് കാണുക, അവിടെ ഒന്ന് സന്ദർശിക്കാം. പിന്നെയോ തന്റെ ഏറ്റവും വലിയ ഇഷ്ടം അബ്ദുള്ള റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾ മാത്രമേ ആമിന ബീബിയും അബ്ദുള്ള റളിയല്ലാഹു അൻഹും തമ്മിൽ ഒന്നിച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ ഉടനെ ഗൾഫ് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അള്ളാഹു എല്ലാ പ്രവാസികൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പോഴത്തെ ഗൾഫ് വലിയ ബുദ്ധിമുട്ടില്ല, കാരണം പോകുമ്പോഴെന്നെ ഭാര്യനെയും കൂട്ടിയിട്ട് പോവാ, വരുമ്പം കൂട്ടിയിട്ട് വരിക. കുറച്ച് മുമ്പുള്ള ഗൾഫ് വലിയ പ്രതിസന്ധിയുള്ള ഗൾഫിന് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ കരയിലും ഒന്നും പറയണ്ട, കാരണം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. ഇപ്പൊ രാവിലെ പോയി വൈകുന്നേരം തന്നെ തിരിച്ചു വരാം, സംവിധാനമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ഫിറാഖാകുക എന്ന് പറയുന്ന വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മക്കയിൽ നിന്ന് ഒരു കച്ചവട സംഘം പോകുന്നുണ്ട് ഷാമിലേക്ക്. അന്നത്തെ വേൾഡ് മാർക്കറ്റാണ് ഷാം. ആ ഷാമിലേക്കുള്ള യാത്രയാണ് മക്കക്കാരുടെ ജീവിതത്തിന്റെ ഏകദേശ ഭാഗവും നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കച്ചവട സംഘമാണ്. അമീറായി നറുക്കിട്ട് നോക്കുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹുവിന്റെ പേരാണ് കിട്ടിയത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ പോകാൻ നിർബന്ധിതനായി മനസ്സില്ല മനസ്സോടെ ആമിന ബീബിയോട് യാത്രയും പറഞ്ഞിട്ട് അബ്ദുള്ള റളിയല്ലാഹു അൻഹു യാത്ര പോയതാണ്. ഏകദേശം 1-2 മാസം കഴിഞ്ഞ് വരാൻ നിൽക്കുമ്പോ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയതിന് ശേഷമാണ് ഒരു വിഷയം തനിക്ക് ബോധ്യപ്പെടുന്നത്. തന്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. കുഞ്ഞ് അതാ മെല്ലെ മെല്ലെ റെഡിയാകുന്നുണ്ട്. ഏതൊരു പെണ്ണും ഭർത്താവിനോട് പറയാൻ ഏറ്റവും താല്പര്യപൂർവ്വം കാത്തു നിൽക്കുന്നത് നിങ്ങളൊരു ബാപ്പയാകാൻ പോകുന്നു എന്ന സന്തോഷമാണ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. നിങ്ങൾ നോക്ക്, നമ്മളെ ഉമ്മമാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾക്ക് ദ്വാരക്കുമ്പോൾ ഒന്നും കൂടി ഉഷാറില്ല ആമീൻ പറയണം. അതുകൊണ്ട് അവർ പരിഗണിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഉഷാറിൽ ബയലേക്കാൻ ഇരിക്കുന്നത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങളോട് നിങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് പറയൂ. ചെറിയ കുട്ടികളെ നോക്കിയിട്ട് പറയാണ്, കുട്ടി എന്നെ പോലെ തന്നെ ഉണ്ട് എന്നോ. എന്നാ പെണ്ണുങ്ങൾക്ക് സന്തോഷമാവും. കുട്ടികൾ നമ്മളെ പോലെ ഉണ്ട് പറഞ്ഞാൽ സന്തോഷാവൂലേ? ആകും. പക്ഷെ എന്നാ അതിനേക്കാൾ സന്തോഷമുള്ള ഒരു സംഗതി എന്താ അറിയോ? കുട്ടിയെ നോക്കിയിട്ട് മറ്റുള്ളവർ പറയാണ്. ചില പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ. ഉപ്പാന്റെ അതേ മുഖം, ഭർത്താവിന്റെ കുഞ്ഞിന്റെ ഉപ്പാന്റെ അതേ മുഖം, ഉപ്പാന്റെ അതേ ചെവി, അതേ മൂക്ക് എന്നൊക്കെ പറയും ചില ആള്. അത് കേൾക്കുമ്പം പെണ്ണുങ്ങളെ കൽബിൽ ലഡു പൊട്ടും. അതെന്താണ്? നീ ഹോസ്പിറ്റലിൽ പോയതും പ്രസവിച്ചല്ല എല്ലാരും അറിയില്ലേ? അതേ സമയത്ത് ഈ കുട്ടി ഉപ്പനെ പോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ നീ ഒരു നല്ല പെണ്ണാണ്, നല്ല ഭാര്യയാണ് എന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ടതിൽ. എന്റെ ഭർത്താവിന്റെ ഭാര്യയാണ്, അവന്റെ കുട്ടിയാണ് എന്ന് പറയൽ അഭിമാനമാണ്.
അതുകൊണ്ട് തന്നെ ഏതു പെണ്ണും ഭർത്താവിനോട് നിങ്ങളൊരു ബാപ്പയാകുന്നു എന്ന സന്തോഷം അറിയിക്കാൻ താല്പര്യമുള്ളവളാണ്. ആമിന ബീബി കാത്തുനിന്നതും അത് പറയാൻ തന്നെയാണ്. പക്ഷേ 1.5 മാസം 2 മാസത്തോളമായപ്പോൾ കച്ചവട സംഘം മക്കയിലേക്ക് തിരിച്ചു വന്നു. സാധാരണ വരുമ്പോൾ തട്ടും മുട്ടും ബഹളവും ദഫൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും കാണാറില്ല. വന്ന ആളുകളൊക്കെ ഒരു ശോകമുഖമായ അന്തരീക്ഷത്തിലാണ്, ഒരു ടെൻഷൻ പിടിച്ച മുഖഭാവമാണ്. അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് അവര് പറയുന്നു, തിരിച്ചു വരുമ്പോൾ വഴിയിൽ നിന്ന് അബ്ദുള്ളക്ക് പനി ബാധിച്ചിട്ട് നിങ്ങളുടെ അമ്മാവന്മാരായ ബനുനജ്ജാറുകാരുടെ അടുക്കൽ യസ്രിബിൽ താമസിപ്പിച്ചിട്ടുണ്ട്. യാത്ര തുടരാൻ പറ്റുന്ന കോലത്തിലല്ല. സുബ്ഹാനല്ലാഹ്. ബാക്കിലെ റൂമിൽ നിന്ന് വാർത്ത കേൾക്കുന്ന യാത്രാ സംഘം തിരിച്ചു വരുമ്പോൾ അബ്ദുള്ള റളിയല്ലാഹുവിനെ കണ്ട് സന്തോഷം പങ്കിടാൻ കാത്തു നിൽക്കുന്ന ആമിന ബീബിന്റെ ഖൽബ് തകർന്നുപോയി. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയോളം സഞ്ചരിക്കേണ്ട 500 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണ്. ഉടനെ വിളിക്കുന്നു അബ്ദുൽ മുത്തലിബ് അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. അബൂ ത്വാലിബിനെ, അബ്ദുള്ളയുടെയും അബൂ ത്വാലിബിന്റെയും ഉമ്മ ഒരാളാണ്. അതുകൊണ്ട് നേരെ ജ്യേഷ്ഠനെ വിളിക്കുകയാണ്, അബൂ ത്വാലിബിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, പെട്ടെന്ന് നീ യസ്രിബിൽ പോകണം, എന്ത് സംവിധാനം ഉപയോഗിച്ചിട്ടാണെങ്കിലും അബ്ദുള്ളയെ കൊണ്ടുവരണം. അബൂ ത്വാലിബ് യാത്രയാവുകയാണ്. 2 ആഴ്ച കൊണ്ട് തിരിച്ചു വരികയാണ്. അന്നത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് എല്ലാം പൊക്കി AC എല്ലാം ഇട്ടിട്ട് കാറിൽ വരാൻ പറ്റുന്ന സംവിധാനം ഇല്ല. ഫ്ലൈറ്റോ സംവിധാനം വന്നില്ല. ഒട്ടകക്കട്ടിൽ ഒന്ന് ഉഷാറാക്കി കെട്ടിക്കൊണ്ടുവരാനേ പറ്റുള്ളൂ. ഏകദേശം 1 ആഴ്ച പിടിക്കും. 2 ആഴ്ചയായപ്പോൾ ആമിന ബീവി പിന്നെയും കൽബ് കൊണ്ട് കാത്തു നിൽക്കുകയാണ്. അബൂ ത്വാലിബ് വന്നിട്ട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഉപ്പയോട് പറയാണ്, വാപ്പാ, ഞാൻ യസ്രിബിൽ എത്തുന്നതിന്റെ തലേ ദിവസം അബ്ദുള്ള മരണപ്പെട്ടു പോയി. അവിടെ എത്തുമ്പോഴേക്ക് ഖബറടക്കം കഴിഞ്ഞുപോയി. ആമിന ബീബി റളിയല്ലാഹു തആല എന്തൊരു സങ്കടമാണ്, എന്തൊരു വിതുമ്പലാണ്. ഇനി ആരോടാണ് അല്ലാഹ് തന്റെ സന്തോഷം പറയാനുള്ള സങ്കടത്തിലാണ് ആമിന ബീബി ഉള്ളത്. പക്ഷെ മറ്റ് പ്രയാസങ്ങളൊന്നും ഏൽപ്പിക്കാതെ ആദിയായ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയെ അബ്ദുൽ മുത്തലിബ് തന്റെ വീട്ടിൽ വളർത്തുകയാണ്, മകന്റെ ഭാര്യയെ. ഏതായാലും ആമിന ബീബി റളിയല്ലാഹു തആല അൻഹക്ക് ഇപ്പോൾ യസ്രിബിലേക്ക് പോകാനുള്ള ആഗ്രഹം വന്നത്. ഈ പൊന്നുമോൻ 6 വയസ്സ് പ്രായമായിട്ടുണ്ട്. മകന് ബാപ്പാന്റെ കഥയൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ബാപ്പന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യിപ്പിക്കണം. ഈ ഉപ്പാപ്പന്റെ കുടുംബക്കാരെ ഒന്ന് കാണണം. കുറച്ച് നാൾ അവിടെ ഒന്ന് സന്ദർശിച്ച് അവിടെ ഒന്ന് താമസിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ആമിന ബീബിന്റെ കൂടെ ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീ ഉണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെതായിരുന്നു. ഇപ്പോൾ ആമിന ബീബിന്റെ കസ്റ്റഡിയിലാണ്. മുത്തുനബിന്റെ സമ്പത്താണ്. അവർ യാത്ര ചെയ്തു. യസ്രിബിലെത്തിയിട്ട് 1 മാസമാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹും മകനും അവിടെ താമസിച്ചത്. ആ കാലഘട്ടത്തിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീന്താൻ പഠിച്ചത്. നീന്താൻ അറിയുന്ന ആളല്ലേ കൈവോക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചാളെല്ലാം പൊക്കിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നീന്താൻ പഠിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പലയിടങ്ങളിൽ നമ്മളെ കുട്ടികളൊക്കെ ഈ അപകടത്തിലൊക്കെ മരിച്ചു പോകുന്ന കേൾക്കും ബേജാറ് തോന്നല. നീന്തൽ പഠിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വയസ്സിൽ മദീനയിൽ നിന്ന് നീന്താൻ പഠിച്ചിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്തുകൊണ്ട് അപകടങ്ങളെ തൊട്ട് നമ്മൾ അല്ലാഹു തആല കാത്തി രക്ഷപ്പെടുത്തട്ടെ. യസ്രിബിൽ ഇങ്ങനെ താമസിക്കുന്നതിന്റെ ഇടയിൽ ആമിന ബീബിയും പൊന്നുമോനും യസ്രിബിന്റെ ഓരോരത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ 2 ജൂതന്മാരെ കാണുകയാണ്. അവർ അത്യാവശ്യം വേദങ്ങൾ അറിയുന്നവരാണ്, അല്പം കിതാബ് അറിയുന്നവരാണ്. 2 ജൂതന്മാരും തങ്ങളെ ഇങ്ങനെ നോക്കിയപ്പോ മുത്തായ തങ്ങളൊരു പ്രത്യേകത എന്താണ്? ഇദാ അല്ലാഹിക ഖറജ മിൻ ഫനായഹുന്നൂർ, തങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ പല്ലിൽ നിന്ന് പ്രകാശം വരും. അജ്മലുൽ ഖൽഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തൊരു പ്രകാശമാണ് ആ വജ്ഹില്. തങ്ങളെ കാണുമ്പോൾ ആളുകൾ പിന്നെയും നോക്കിപ്പോകുന്ന പ്രകാശമാണ്. ഇവർ 2 പേരിങ്ങനെ നോക്കിയിട്ട് ഒരാള് മറ്റൊരാളോട് പറയുന്ന ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ നബിയായിട്ട് വരേണ്ട ആളാ.
വഹാദിഹി ദാറു ഹിജ്റതിഹി. സലഫികൾ കേൾക്കണ്ട, അവർ പറഞ്ഞ 40 വയസ്സാണല്ല, 40 വയസ്സിന് 34 കൊല്ലം മുൻപേ മുത്തുനബിക്ക് 6 വയസ്സ് പ്രായം. ആ സമയത്ത് ഒരു ജൂതൻ മറ്റൊരാളോട് പറയാണ്, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മ, ഇത് ഈ ഉമ്മത്തിലെ നബിയായി വരേണ്ട ആളാണ്. വഹാദിഹി ദാറു ഹിജ്റതിഹി, ഇത് ഈ മുത്തുനബി, ഈ നബി ഹിജ്റ വരേണ്ട നാടാണിത്. വസയകൂനു ബിഹാ ഖത്ലുൻ വസബി വഅംറുൻ അളീം. ഇവിടെ ഒരുപാട് യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ, അന്നേ ജൂതന്മാരുടെ ഡേഞ്ചർ സാധനങ്ങളാണ്. അല്ലാഹു തആല ഫലസ്തീനിൽ മോചനം നൽകട്ടെ, ഗാസയെ സഹായിക്കണേ അല്ലാ, അഅദായിങ്ങളെ അമർച്ച ചെയ്യണേ അല്ലാ. ഇവരെ സംസാരം കേട്ടപ്പോൾ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് എന്തോ ഒരു പന്തികേട്. വേഗം വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയിട്ട് പിന്നെ കൂടുതൽ മദീനയിൽ യസ്രിബിൽ താമസിക്കാതെ പിന്നെ മക്കയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. ആ മടങ്ങുന്ന സമയത്താണ് ആമിന ബീബി റളിയല്ലാഹു അൻഹയും ഉമ്മു ഐമനും കൂടെയുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്യാണ്. 6 വയസ്സുള്ള പൈതലാണ്. ആമിന ബീബിക്ക് കാറ്റും പൊടിക്കാറ്റിലടിച്ച് പനി ബാധിക്കുകയാണ്. കയ്യിലുണ്ടായ മരുന്നുകളൊക്കെയും പരീക്ഷിച്ചു നോക്കി, ഒരു മാറ്റവുമില്ല. അബവായിലെത്തിയപ്പോൾ തീരെ തളർന്നുപോയി. അവിടെ ഇറങ്ങിക്കിടക്കലല്ല, അത് വേറെ മാർഗമൊന്നുമില്ല. മണലാരുണ്യത്തിൽ കിടന്നു ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ. പൊന്നുമോൻ കരയാണ്, ഉമ്മന്റെ തുണി പിടിച്ചിട്ട് കരയാണ്. മാറിടത്തിൽ കവിള് വെച്ചിട്ട് ഉമ്മാന്റെ നെഞ്ചത്ത് കിടന്നിട്ട് പൊന്നുമോൻ ഇങ്ങനെ കരയാണ്. 6 വയസ്സുള്ള പൈതലാണ്. എങ്ങോട്ട് നോക്കിയാലും സഹായത്തിന് ആരുമില്ലാത്ത മരുഭൂമിയാണ്. സുബ്ഹാന ജല്ല ജലാലു. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മനസ്സിലായി, ഈ രോഗത്തിൽ ഇനി ഞാൻ രക്ഷപ്പെടൂല, ഞാൻ ഏതായാലും മരണത്തെ തിരഞ്ഞെടുക്കേണ്ട സമയമായെന്ന് ആമിന ബീബിക്ക് ബോധ്യപ്പെട്ടപ്പോൾ, കരയുന്ന പൈതലിന്റെ കവിൾത്തടത്തിലൂടെ അരിച്ചിറങ്ങുന്ന കണ്ണീർ കണങ്ങൾ ക്ഷീണം പിടിച്ച വേദനിക്കുന്ന കൈകൾ കൊണ്ട് ഒപ്പിക്കൊടുത്ത് തുടച്ചു കൊടുത്തിട്ട് ആ കവിൾത്തടത്തിൽ തന്റെ ചുംബനങ്ങൾ അർപ്പിച്ചിട്ട് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ ആ മണലാരുണ്യത്തിൽ പൊന്നുമോനോട് പറയുന്നു, മോനെ കരയണ്ട, ഇൻ സ്വഹമ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി തുബ്അസു ഫിൽ ഹില്ലി وفي الحرام تبعث في التحقيق والإسلام ديني أبيك البر إبراهيم فالله أنهاك عن الأصنام ألا تواليها مع الأقوام. കരയുന്ന പൈതലിന് 6 വയസ്സുള്ള പൊന്നുമോനെ ആശ്വസിപ്പിച്ച് ആമിന ബീബി പറയുന്ന, പൊന്നുമോനെ മോൻ കരയണ്ട, ഉമ്മ പോയാലും മോൻ കരയണ്ട. നീ പള്ളയിലുള്ള സമയത്ത്, ഞാൻ ഗർഭിണിയായ സമയത്ത് എന്തൊക്കെ അത്ഭുതങ്ങളാണ് കണ്ടത്. അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം, അങ്ങനെ അമ്പിയാക്കൾ ഓരോരുത്തരും ഓരോ മാസങ്ങളിൽ ഓരോ ബഹുമാനമുള്ള ദിവസങ്ങളിൽ വന്ന് അവര് പരിചയപ്പെടുത്തിയിട്ട് പറയാണ്, ആമിന നീ സങ്കടപ്പെടണ്ട, നിന്റെ പള്ളയിൽ ജനിക്കാൻ പോകുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ മോനാണ്, ഈ ലോകത്ത് കാരുണ്യവും നീതിയും വളർത്തേണ്ട മോനാണ്. അതേ, ഈ പൊന്നുമോൻ ജനിച്ചാൽ ഫസമ്മീഹി മുഹമ്മദാ, മുഹമ്മദ് എന്ന് പേരിടണേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള എല്ലാ അമ്പിയാക്കളുടെയും നിർദ്ദേശമായിരുന്നു. ആമിന ബീവി മോനോട് പറയാണ്, മോനെ ഞാൻ മരിച്ചാലും നീ സങ്കടപ്പെടണ്ട, ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിരുന്നു, ആ കണ്ടതൊക്കെ റെഡിയാണെങ്കിൽ
നീ ലോകത്ത് നിയുക്തനായ നബിയാണ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയാണ്. തുബഅസു ഫിൽ ഹില്ലി വഫിൽ ഹറാമി തുബഅസു ഫിൽ തഹ്ഖീഖി വൽ ഇസ്ലാമി. ഇസ്ലാമും സത്യവും ഒക്കെ ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട മോനാണ്. ഹറാമും ഹലാലും പഠിപ്പിക്കേണ്ട മോനാണ്. ദീനി അബീക്കൽ ബിർരി ഇബ്രാഹിമി, നിന്റെ ഉപ്പാപ്പയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദീന് പ്രചരിപ്പിക്കേണ്ട മോനാണ്. അതുകൊണ്ട് മോനെ, ഇവിടെ ഒരുപാട് വിഗ്രഹങ്ങളും വിഗ്രഹാരാധനകളൊക്കെ ഉണ്ടാകും. അതിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകപ്പെട്ട പൊന്നുമോനാണ്. മോൻ വലിയ സന്തോഷമുള്ള മോനാണ്. മോൻ വലിയ അത്ഭുതമായി ഇവിടെ വളരേണ്ട മോനാണ്. അതുകൊണ്ട് ഞാൻ ഉമ്മ പോയാലും മോൻ കരയണ്ട. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ ലോകത്തു അതാ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ പൊന്നുമോനോട് യാത്ര പറഞ്ഞ് ലോകത്തുനിന്ന് കണ്ണടച്ച് പിരിയുകയാണ്. ഉമ്മു ഐമൻ എന്ന ഉമ്മന്റെ കൂടെ ഉമ്മു ഐമൻ ഒരു അല്പ ദിവസം റസൂലുള്ളാഹിക്ക് മുല കൊടുത്തിട്ട് കൂടിയുണ്ട്. ആ ഉമ്മു ഐമന്റെ കൂടെ സ്വന്തം ഉമ്മാന്റെ മയ്യിത്ത് ഖബറടക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്ന 6 വയസ്സുള്ള ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ കൊണ്ടുവരൂ. 6 വയസ്സുള്ള പൊന്നുമോൻ പിറ്റേ ദിവസം ഉമ്മു ഐമന്റെ കൂടെ മക്കയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, മക്കയിലെത്തുമ്പോൾ അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കുകയാണ്. 138 വയസ്സ് പ്രായമുണ്ട് അബ്ദുൽ മുത്തലിബ്, പടുവൃദ്ധനാണ്. അബ്ദുൽ മുത്തലിബ് കാത്തു നിൽക്കുന്ന വിവരമറിഞ്ഞപ്പോ പൊന്നുമോനെ ചേർത്ത് പിടിച്ച് വിതുമ്പി കരയുകയാ. ജനിക്കണതിന് മുമ്പ് വാപ്പയില്ല. 6 വയസ്സാകുമ്പോഴേക്ക് ഉമ്മയും പോയല്ലോ. അല്ലാ, ഈ പൊന്നുമോനെ അബ്ദുൽ മുത്തലിബ് പൊന്നുപോലെ വളർത്തി. അബ്ദുൽ മുത്തലിബ് ഒരു സ്ഥലത്തും പൊന്നുമോനെ കൂട്ടാതെ പോകൂല. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണലും ഉറക്കിലും അബ്ദുൽ മുത്തലിബ് കൂടെ കൂട്ടും. ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും യാത്ര പോകുമ്പോഴും എവിടെയും എന്ന് മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് മക്കത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജാവും കൂടിയാണ്. അല്ലെങ്കിൽ അതുപോലുള്ള പവറുള്ള ആളാണ്. അബ്ദുൽ മുത്തലിബ് കാബന്റെ അടുക്കൽ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു വിരിപ്പ്. അവിടെ വേറെ ആരും വരൂല. വരുന്നതൊക്കെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പഠിക്കാനുമാണ്. അവിടെ അബ്ദുൽ മുത്തലിബിന്റെ മക്കള് 19 മക്കളുണ്ട്. അബ്ദുൽ മുത്തലിബിന് ഹാരിസാണ് മൂത്തത്. ഏറ്റവും ഇളയാള് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു. 13 ആൺമക്കളും 6 പെൺമക്കളുമാണ്. ഈ മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് വലിയൊരു കുടുംബത്തിന്റെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. പക്ഷെ അബ്ദുൽ മുത്തലിബിന് ഒറ്റ മക്കളും ഈ വിരിപ്പിൽ ഇതുവരെ ചവിട്ടിയിട്ടില്ല. അത്ര ബഹുമാനുണ്ട് ആ സ്ഥലത്ത്. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടാതെ പിന്നെ അബ്ദുൽ മുത്തലിബ് ഈ വിരിപ്പിലേക്ക് പോകുന്നില്ല. എപ്പോ പോയാലും മകൻ കൂടെ ഉണ്ടാകും. ഇത് കണ്ടപ്പോൾ അക്കാബിറു ഖുറൈശികളെ കൂട്ടത്തിലെ വിവിഐപികൾ ചോദ്യം ചോദിക്കുകയാണ്. അവര് ചോദ്യം ചെയ്യാണല്ല, നമ്മൾ ഇതുവരെ നിങ്ങളെ വിരിപ്പിൽ ചവിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ ധാരാളം മക്കളുണ്ട്, അവരാരും ഈ വിരിപ്പിൽ ചവിട്ടാറില്ലല്ലോ. പിന്നെന്തിനാണ് ഈ കുട്ടിയെയും കൂട്ടി നിങ്ങൾ വരുന്നത്? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ദഉ ഇബ്നി ഫഇന്ന ലഹു ലശഅനാ. എന്റെ ഈ മോന്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്, എന്റെ ഈ പൊന്നുമോന്റെ കാര്യം നിങ്ങൾ ചോദിക്കണ്ട, വിട്ടേക്ക്. ഫഇന്ന ലഹു ലശഅനൻ, ഇതൊരു അത്ഭുതമുള്ള മോനാണ്. കണ്ടോ, മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്താപം ഉണ്ടാക്കിയെടുക്കാനും സിംബദന്തി പിടിച്ചു പറ്റാനും ആണെങ്കിൽ എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഉമ്മയും ഉപ്പയില്ലാത്ത മോനല്ലേ, അതുകൊണ്ട് കൂട്ടിയതാണ്. എത്തിയും കുട്ടിയല്ലേ, അതുകൊണ്ട് കൂട്ടിയതാന്നാ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു അത്ഭുതമുള്ള മോനാണ്, ഭയങ്കര പവറുള്ള മോനാണ്, അതുകൊണ്ടാണ് കുട്ടി നടക്കുന്നത് എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ മറുപടി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പത്തിലെ അത്ഭുതമാണ് എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ ഉമ്മ പോയത്, വാപ്പ പോയത് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണങ്ങളൊക്കെയും സഹിച്ചിട്ട് പാകപ്പെട്ട കൽബ് കൊണ്ടാണ് തങ്ങൾ വളരുന്നത്. സുബ്ഹാനല്ലാഹ്, 2 കൊല്ലമാണ് ആ സന്തോഷം തങ്ങൾക്ക് ലഭിച്ചത്, ഉപ്പാപ്പന്റെ സന്തോഷവും സംരക്ഷണവും. അള്ളാഹുവിന്റെ ഹബീബിന് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ 140ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് ലോകത്തോട് വിട പറയുകയാണ്. ഫഹുസിന ലിദാലിക്,
തങ്ങൾക്ക് വലിയ സങ്കടമായി പോയി. വബകാ ഖൽഫ സരീരിഹി, മുത്തായ തങ്ങൾ ആ കട്ടിലിന്റെ കാല് പിടിച്ച് ഉപ്പാപ്പ കിടന്ന കട്ടിലിന്റെ കാലിന്റെ പിന്നിൽ നിന്ന് വിതുമ്പി വിതുമ്പി കരഞ്ഞുപോയി. തങ്ങൾ കരയുമ്പോഴാണ് തോളത്ത് കൈവക്കുന്നത്. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അബൂ ത്വാലിബാണ്, മൂത്താപ്പയാണ്. മൂത്താപ്പ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, മോൻ കരയണ്ട, ഉപ്പാപ്പ പോയാലും മൂത്താപ്പ കൂടണ്ടല്ലോ, മൂത്താപ്പന്റെ കൂടെ ജീവിക്കാലോ, ഉപ്പാപ്പ പോയ ടെൻഷൻ വേണ്ട മോനെ, മൂത്താപ്പ നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് മൂത്താപ്പന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അബ്ദുൽ മുത്തലിബ് പോകുമ്പോൾ, മരിക്കുമ്പോൾ തന്നെ ഈ അബൂ ത്വാലിബിനെ വിഷയം ഏൽപ്പിച്ചതാണ്. ഏതായാലും അബൂ ത്വാലിബിന്റെ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? അബൂ ത്വാലിബിന് ധാരാളം മക്കളുണ്ട്. അബൂ ത്വാലിബിന് ധാരാളം മക്കളുള്ള വലിയ കുടുംബമാണ്. പക്ഷേ പണിയുമില്ല, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല, അധികവും പട്ടിണിയാണ്, സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത ആളാണ്. വേറൊരു മുത്താപ്പയാണ് അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. കടുപ്പുള്ള ഹൃദയമാണ്, റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയ ആളാണ്. അതേ സമയത്ത് സമ്പത്ത് ധാരാളുണ്ട്. അതുകൊണ്ടാ ഖുർആൻ ശപിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. അബൂ ത്വാലിബ് നശിച്ചു, അവന്റെ സമ്പത്തും നശിച്ചു എന്ന് പറഞ്ഞില്ലേ? വലിയ സമ്പത്തുള്ള ആളായിരുന്നു അബൂ ലഹബ്. അതേ സമയത്ത് അബൂ ത്വാലിബ് പരമ പാപമാണ്, ദരിദ്രനാണ്. എന്നാൽ ഈ പൊന്നുമോനെ കൊണ്ടുപോയതിന് ശേഷം അബൂ ത്വാലിബ് നല്ല ബുദ്ധിയുള്ള ആളാണ്. അബൂ ത്വാലിബ് ചെയ്ത പരിപാടി എന്താണ്? ആദ്യം തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. തങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയിട്ടേ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുള്ളൂ. എന്താണത് കൊണ്ടുണ്ടായ ഗുണം? അബൂ ത്വാലിബിന്റെ വീട്ടിൽ മുത്തുനബി തങ്ങൾ എത്തിയതിന് ശേഷം കാര്യമായ പട്ടിണിയില്ല, എല്ലാവർക്കും ഭക്ഷണം തികയുന്ന ഒരവസ്ഥ വരികയാണ്. അബൂ ത്വാലിബ് ഇടക്കിടക്ക് പറയും, മോനെ ഇന്നക ലമുബാറക്, നീ ഒരു ബറക്കത്തുള്ള മോനാണ്. ആ ബറക്കത്ത് നമ്മുടെ വീട്ടിലേക്കും അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. നോക്ക്, നിങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും തങ്ങളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലാഹു തആല കൊടുത്തില്ല. ഇന്നക ലമുബാറക്, നീ ഒരു ബറക്കത്തുള്ള മോനാണ് എന്ന് മാത്രമല്ല, അബ്ബാസ് തങ്ങൾ അനുജനാണ്, അബൂ ത്വാലിബിന്റെ അനുജനോട് അബൂ ത്വാലിബ് പറയാണ്, അബ്ബാസ് നമ്മളെ മോനുണ്ടല്ലോ, മോനൊരു അത്ഭുതമുള്ള മോനാണ്. അബ്ബാസ് ചോദിക്കുന്നത് എന്താണ്? ഇക്കാക്കാനോട് ചോദിക്കാണ് എന്താ സംഭവം? അപ്പൊ പറയുന്നു, സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പൊന്നുമോൻ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ഭയങ്കര അത്ഭുതം. ഒരു 8 വയസ്സുള്ള കുട്ടി ബിസ്മില്ലെന്ന് അത്ഭുതം. നമുക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നില്ല. എന്തുകൊണ്ട്? നമ്മളെ കുട്ടികൾ സഹറത്തുൽ ഖുർആനിൽ പഠിക്കുകയാണ്, 3.5 വയസ്സ്. LKG UKG പഠിക്കുകയാണ്. എന്തിനു വേണ്ട, നമ്മളൊക്കെ തന്നെ നേരത്തെ പഠിപ്പിച്ചു കൊടുക്കണം. മോനെ ബിസ്മില്ലാഹി ചൊല്ല്. 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടി ബിസ്മില്ലി ഭക്ഷണം കഴിക്കുന്നു. വണ്ടി കയറുമ്പോ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ബാത്റൂം കയറുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖവായിസ്. ഇറങ്ങി വരുമ്പോ ഗുഫ്രാനക അൽഹംദുലില്ലാഹ് ചെല്ലലുണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്ന് ബാത്റൂമിൽ പോകുമ്പോ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ടോ? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖവായിസ് എന്ന് ചൊല്ലിയവരാരുണ്ട് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളോട് ചോദിക്കൂ. ഇന്ന് ചൊല്ലിയിട്ടുണ്ടോ? ഇല്ല. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീനില്ല. അല്ലാഹു ബോധം നൽകട്ടെ. മദ്രസയിൽ പഠിക്കുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട സംഗതികളാണ്. മദ്രസയിൽ ഉസ്താദുമാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസയിൽ നന്നായിട്ട് ഈ ദിക്റെല്ലാം പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ദിക്ർ പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോൾ ആൻസർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് നല്ല മാർക്ക് കിട്ടിയിട്ട് സർട്ടിഫിക്കറ്റ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് കിട്ടിയ വകയിൽ റബീഉൽ അവ്വലിന്റെ നല്ല വേദിയിൽ സമ്മാനവും എല്ലാം കിട്ടിയിട്ടുണ്ട്, സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. അത് ചുമരിന്റെ മേലെ തൂങ്ങുന്നുണ്ട്. ആ ചുമരിന്റെ അടിയിലൂടെയാണ് ബാത്റൂമിൽ പോകുന്നത്. ആ സമയവും അവനീ ബിസ്മില്ല ചൊല്ലുന്നില്ല. പരീക്ഷ എഴുതിയ ദിവസം പോലും ഒരു ഗുഫ്രാനക അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടില്ല. വുളൂഇന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു ദിക്ർ ഉമ്മമാരും നമ്മളെ സാധാരണക്കാർ നമ്മളെല്ലാവരും ചൊല്ലാൻ മറന്നു പോകുന്നതാണ്. അല്ലാഹു നല്ല ഓർമ്മ നൽകട്ടെ. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ട് ഞാൻ അടുത്ത്
നമ്മളെ മക്കൾക്കല്ല അള്ളാഹു നല്ല ബുദ്ധിയാണ്. മോനെ ഉഷാറന്നെ, ഞാൻ മദ്രസയിൽ 10ാം ക്ലാസ് ആന്നു, മോൻ നല്ല ഉഷാറാന്നാണ് ഉപ്പ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, മെല്ല നിനക്ക് ഉഷാറന്നല്ലോ, ഉഷാറന്നല്ലേ? ആ. ഞാൻ പറഞ്ഞു, എനിക്ക് വജ്ജഹത്തു ഓതാൻ അറിയോന്ന് വെച്ചു. ഓനെ സ്വീപ്പാക്കാൻ വേണ്ടി ചോദിച്ചല്ല, കുട്ടിക്ക് നല്ല ബോധം ഉണ്ടാട്ടെന്നൊക്കെ ചോദിച്ചെന്നെ. ഓൻ പറഞ്ഞ അറിയാന്നോ, എന്നാ ഒന്ന് ചെല്ലുന്നു. ഓൻ പറഞ്ഞു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ ആഫൈത്. ഓന് കുനൂത്തറിയാ, നിങ്ങൾ ചിരിക്കണ്ട, സംഗതി ഇത് അതാണ് ഓന് ഓർമ്മയുണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ചിരിക്കാതെ തന്നെ അവനോട് പറഞ്ഞു, ഞാൻ ചിരിക്കല ഓനൊരു മനസ്സിന് വിഷമിപ്പിക്കൂലേ, ഞാൻ ചിരിക്കാതെ അവനോട് പറഞ്ഞു, ഇതല്ലല്ലോ, എനിക്ക് മാറിപ്പോയാ. അവനിങ്ങനെ ആലോചിച്ചു, അപ്പൊ ഓന് കുറച്ചറിയാ, ഫുള്ളായിട്ട് അറിയില്ല. അല്ലാഹുമ്മ ഹ്ദിനി വലിയ പരിചയമുണ്ട്. ഞാൻ പറയുന്നത് ഈ വജ്ജഹത്തു ആണ് എന്ന് പഠിക്കുന്നത് 1, 2, 3 പഠിക്കുന്ന ഇത് അന്നു മുതൽ പാരായണം ചെയ്യാത്തതിന്റെ പ്രശ്നമാണ്, പഠിക്കാത്തോണ്ടല്ല, അന്നേ ഇത് ഓതേണ്ടതാണ്. പക്ഷെ ഇത് നിസ്കാരത്തിൽ ഓതാറില്ല. കൈകെട്ടി ഉടനെ തന്നെ ബിസ്മില്ലി വജ്ജഹത്ത് ഓതാൻ വിട്ടുപോയി. അത്തഹിയാത്ത് കൃത്യമായി ഓതുന്നില്ല. ഇഹ്ദിന സിറാത്ത് നമ്മളെ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് ഓതുന്നില്ല. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ജീവിതത്തിൽ മദ്രസയിൽ നിന്ന് പഠിക്കുന്നതൊക്കെയും എപ്പോഴും പ്രാവർത്തികമാക്കണം. പഠിച്ച അന്ന് മുതൽ ഇന്ന് വരെ മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇനിയും അത് ശീലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. നടക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഭക്ഷണം കഴിക്കുന്ന മക്കളോട് പറഞ്ഞ് ശീലിപ്പിക്കണം, മോനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കൂ എന്ന് പറയണ. ഇല്ലെങ്കിൽ പിശാച് നിന്റെ കൂടെ ഭക്ഷിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ചുരുങ്ങിയതൊരു അൽഹംദുലില്ലാ പറയാനെങ്കിലും നമ്മുടെ മക്കളെ നമ്മൾ ശീലിപ്പിക്കേണ്ടതുണ്ട്. അബൂ ത്വാലിബ് അത്ഭുതത്തോടെ പറയാണ്, അനുജനോട് പറയാണ്, ഈ മകൻ ബിസ്മി ചൊല്ലിയിട്ടാ ഭക്ഷണം കഴിക്കുന്നത്. അൽഹംദുലില്ലാ പറയാണ് ഭക്ഷണം കഴിച്ചു നിർത്തുമ്പോൾ. അന്നെന്താണ് അബൂ ത്വാലിബിന് അത്ഭുതം തോന്നാൻ കാരണം? അന്നാരും ബിസ്മി ചൊല്ലാറില്ല, കഴിഞ്ഞാൽ ഒരു അൽഹംദുലില്ലാ പറയാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അത്ഭുതം പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പകാലത്തിൽ തന്നെ അത്ഭുതമായി വളർന്നു. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സുവരെ മക്കയിൽ വളരുമ്പോൾ അൽ അമീൻ എന്നല്ലേ തങ്ങളെ വിളിക്കുന്നത്. ആ അൽ അമീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ. അൽ അമീൻ എന്ന് പറഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ അത്ര വിശ്വസ്തതയുള്ള വേറൊരാളില്ല. അൽ അമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ തങ്ങളെ അൽ അമീൻ എന്ന് മക്കക്കാര് വിളിക്കുമ്പോൾ ഒരാൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നില്ല. തങ്ങളെ അത്രമേൽ വിശ്വാസമായിരുന്നു മക്കക്കാർക്ക്. അമാനത്തിന്റെ ആൾ രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ നോക്ക്, ഒന്നുകൂടി നോക്ക്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകുന്ന സമയത്ത് 53-ാമത്തെ വയസ്സിൽ ഹിജറ പോവുകയാണ്. ആ ഹിജറ പോകുന്ന സമയത്ത് തങ്ങളെ കൊല്ലാൻ വേണ്ടി 100-ലേറെ നല്ല അശ്വഭടന്മാർ, പയറ്റിത്തെളിഞ്ഞ ഓരോരുത്തരും നല്ല ഉഷാറുള്ള ചെറുപ്പക്കാര്, നല്ല മൂർച്ചയുള്ള വാളും കൊണ്ട് മുത്തുനബിന്റെ വീട് വളഞ്ഞിട്ടുണ്ട്. ആ വളഞ്ഞവരുടെ ലക്ഷ്യം അബൂജഹൽ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. രാത്രി ഇറങ്ങുമ്പോ വെട്ടിക്കൊല്ലുക. ആര് ചോദിച്ചാലും ഞാനാണ് കൊന്നത് ഓരോരുത്തർ ഏറ്റെടുക്കുക. അങ്ങനെയാകുമ്പോൾ ബനി അബ്ദി മനാഫ് മുത്തുനബിന്റെ കുടുംബത്തിന് ഒന്നിച്ച് നമ്മൾ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുഹമ്മദിന്റെ കുടുംബത്തെ നമുക്ക് വെട്ടിലാക്കാമെന്ന് പറഞ്ഞ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. അങ്ങനെയാണ് അവർ വീട് വളഞ്ഞത് വാളുമെടുത്തിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ താൻ കിടന്ന വിരിപ്പിൽ അലി റളിയല്ലാഹു അൻഹു കിടത്തിയിട്ടാണല്ലോ യാത്ര പോയത്. എന്തിനാണ് അലി റളിയല്ലാഹു അൻഹു കിടത്തിയത്? പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നും തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വെട്ട് കൊള്ളുകയാണെങ്കിൽ അലിക്ക് കൊള്ളട്ടെ എന്നുള്ള നിലക്കാണ്. ഒരിക്കലുമല്ല. പിന്നെ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിനെ മുത്തായ തങ്ങൾ അവിടെ നിർത്തിയത്? അതിന്റെ പിന്നിൽ ഒരു നല്ല കഥയുണ്ട്. ഈ കൊല്ലാൻ നിൽക്കുന്ന ടീമില്ലേ, ഇവര് മക്കയിലെ ഓരോ വീട്ടുകാരുമാണ്. എല്ലാ വീട്ടുകാരിലും ഒരു അംഗം ഇവിടെ ഉണ്ട്. ആ വീട്ടുകാർ അവർക്ക് ഏറ്റവും വിശ്വസ്തനായി കണ്ട ഒരാളുടെ കയ്യിൽ ധാരാളം വദിഅത്ത് സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ദീനാറും ദിർഹമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്ന് ബാങ്ക് സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല അമാനത്തുള്ള ആളെടുക്കൽ നല്ലോണം സ്വത്തുകൾ കൊണ്ടു കൊടുക്കും. പിടിക്കാൻ ആവശ്യം വരുമ്പോൾ തിരിച്ചു വാങ്ങും.
മക്കയിലെ ഏറ്റവും വലിയ വിശ്വസ്തനായ മുത്തുനബിന്റെ അടുക്കലാണ് മക്കക്കാരായ ഏറെ ആളുകളുടെയും വലിയ സ്വത്തുക്കൾ ഉള്ളത്, ദിനാറും ദിർഹമൊക്കെ ഉള്ളത്. മുത്തുനബിന്റെ അമാനത്തിന്റെ കഥയല്ലേ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികൾ അവരെല്ലാവരും യസ്രിബിലേക്ക്, മദീനയിലേക്ക് പോകുമ്പോൾ വീട് കൊണ്ടുപോകാൻ കഴിയില്ല, പറമ്പ് കൊണ്ടുപോകാൻ കഴിയില്ല, അവരുടെ സ്വത്തുക്കളൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത്. പക്ഷേ തങ്ങളെ കയ്യിൽ കുറച്ച് സ്വത്തുക്കളുണ്ട്. അത് സ്വഹാബികളതല്ല, ഇവിടെ ഈ കാത്തു നിൽക്കുന്ന കൊല്ലാൻ നിൽക്കുന്നവന്റെ കുടുംബക്കാരുടേതാണ്. മുത്തായ തങ്ങളുടെ അമാനത്തിന്റെ കടുപ്പമേ, വിശ്വസ്തതയുടെ കടുപ്പമേ. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയേ, ഞാനിവിടെ നിന്ന് ഈ മക്കയുടെ ബൗണ്ടറി അങ്ങ് കഴിഞ്ഞാൽ, എന്നെ അന്വേഷണങ്ങളൊക്കെ മതിയാക്കി അവർ തിരിച്ചു വന്നാൽ ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പറയാണ്, ഈ ലിസ്റ്റ് പ്രകാരം ഇവിടെയുള്ള ആളുകളുടെ സ്വത്ത് മുഴുവനും ഇവർക്ക് കൊടുക്കാതെ നീ യസ്രിബിലേക്ക് വരല്ലേ അലിയേ. കൊല്ലാൻ നിൽക്കുന്നവരുടെ സ്വത്ത് കയ്യിലുണ്ടായിട്ടും തന്റെ അനുയായികളുടെ സ്വത്ത് ഇവര് കൊള്ളയടിക്കുമെന്നറിയാമായിരുന്നിട്ടും ഉള്ളത് കയ്യിലുള്ളത് വിട്ടുകൊടുക്കണ്ടെന്ന് മനസ്സിലാക്കാതെ സുബ്ഹാനല്ലാഹ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വസ്തത അമാനത്ത് ആ പ്രതിസന്ധി ഘട്ടത്തിലും മുറുകെ പിടിച്ച നേതാവ്, അമാനത്തിന്റെ മനുഷ്യരൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശുദ്ധ റബീഉൽ അവ്വൽ തിരുവസന്തത്തിന്റെ മദ്ഹുർ റസൂൽ പ്രഭാഷണ വേദിയിലാണ്. ഇടയ്ക്ക് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, നമ്മൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടാ മാത്രം മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ നമ്മളിലേക്കൊന്ന് പകർത്തണ്ടേ? ഏറ്റവും വലിയ അമാനത്തിന്റെ ഒരു അടയാളമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു ചർച്ചക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ, നിങ്ങളെ സ്വത്തല്ല അവര് കൊള്ളയടിക്കൂലേ, മക്കക്കാര് പിടിച്ചെടുക്കും, അതുകൊണ്ട് ഉള്ളത് ഏതായാലും കൊടുക്കണ്ട, നമുക്ക് മദീനത്ത് കൊണ്ടുപോയിട്ട് അവിടെ വീതിച്ചു കൊടുക്കാന്നാ പറയാ. അല്ല, ഇത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാ തീരുമാനിച്ച്, അങ്ങനെയാണ് ഏൽപ്പിച്ചത്. ഞാൻ ഇപ്പോ ഈ UAE മീലാദ് പരിപാടിക്ക് പോയി എന്ന് പറഞ്ഞല്ലോ, ഒരു 3-4 കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ദ്വാരക്കാൻ വേണ്ടിയിട്ട്. കച്ചവടത്തിന് കൊടുത്ത് പാർട്ട്ണർ പറ്റിച്ച്, സുബ്ഹാന ജല്ല ജലാല്. ഒരാൾ പറഞ്ഞു വണ്ടിയെല്ലാം വാങ്ങിക്കൊടുത്തൊരു കമ്പനി എല്ലാം തുടങ്ങി ഉഷാറാക്കിയിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നു, ഉസ്താദെ വരുമ്പോഴത്തേക്ക് ആ വണ്ടിന്റെ പരിപ്പ് വരെ എടുത്തു. ഒരു അമാനത്തുമില്ല, ചതിക്കുകയാണ്, പച്ചക്ക് ചതിക്കുകയാണ്, പച്ചക്ക് കളവ് പറയുകയാണ്, ഷാറുകാരനെ പറ്റിക്കുകയാണ്, ബിസിനസ്സിൽ തിരിമറി നടത്തുകയാണ്, വഞ്ചന നടത്തുകയാണ്. ചിലപ്പോൾ അയാൾ സ്വതക്ക ചെയ്യുന്നുണ്ടാകും, സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ടാകും, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അവിടെ ഊറുകാരനായ മനുഷ്യനെ കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടാകും. ചിലപ്പോൾ കടം വാങ്ങിയ പൈസക്കാരൻ, കടക്കാരൻ, അയാൾ തിരിച്ചു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് കരുതി കാത്തു നിൽക്കുന്നുണ്ടാകും. അവധിയെത്തിയ കടക്കാർ സ്വതക്ക ചെയ്യൽ ഹറാമാണ്. അവധിയെത്തിയ കടക്കാര് കടം വീട്ടാണ് വേണ്ടത്, സ്വതക്ക ചെയ്യൽ ഹറാമാണ്. സുഹൃത്തുക്കളെ, സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനമാണ്. അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 മയ്യിത്തിന്റെ മേലാണ് നിസ്കരിക്കാതിരുന്നത്. ഒന്ന് ആത്മഹത്യ ചെയ്ത മയ്യിത്താണ്, മറ്റൊന്ന് കടക്കാരന്റെ മയ്യിത്താണ്. കടം വാങ്ങി തിരിച്ചു കൊടുക്കാതെ മരിച്ചുപോയോന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂല് മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ല. സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനമാണ്. വാങ്ങിയവർക്കൊക്കെ തിരിച്ചു കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. കടം വാങ്ങാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴെങ്കിലും ആരെങ്കിലും കടം ചോദിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ. വാങ്ങിയവൻ അതേ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല സുരക്ഷിതത്വവും അമാനത്തും അള്ളാഹു തആല വർദ്ധിപ്പിക്കട്ടെ. അമാനത്തിന്റെ ആൾ രൂപമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ വളരെയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകുമ്പോൾ, 40 വയസ്സ് ഒരു പക്വതയുടെ പ്രായമാണ്. ആ 40 വയസ്സാകുമ്പോൾ ജനങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയൊരു അകൽച്ച അള്ളാഹുവിന്റെ ഹബീബ് കാണിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിറയിൽ പോയി തങ്ങൾ താമസിക്കുകയാണ്, അവിടെ ഇബാദത്ത് ചെയ്യാണ്. രാത്രി അവിടെ കൂടും. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റിട്ട് ഖദീജയുടെ അടുക്കലേക്ക് വന്ന് ഭക്ഷണം കഴിക്കും. ചിലപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും. നോക്കൂ നിങ്ങൾ, ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഒരാളുടെ സ്വഭാവം അറിയുന്നത് ആർക്കായിരിക്കും? കൂടെ കിടക്കുന്ന ആൾക്കാണ് രാപ്പനി അറിയാന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ. കൂടെ താമസിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ എന്നെ അറിയുന്ന എങ്ങനെ? എന്റെ വാളെല്ലാം കേട്ടിട്ടുള്ള പരിചയമാണ്. അള്ളാഹു തആല നമ്മളൊക്കെ ബന്ധങ്ങൾ ആഖിറത്തിൽ അർശിന്റെ തണല് കിട്ടുന്ന ബന്ധങ്ങളാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ.
നമ്മുടെ സ്ഥാപനത്തൊക്കെ സഹായിക്കണം. നമ്മൾ അഷ്റഫിനെ പോലത്തെ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. നോക്കൂ, നിങ്ങൾക്കിപ്പോ എന്നെ പരിചയം എങ്ങനെയാ? ഇയാൾ വയല് പറയുന്ന ഒരു ഉസ്താദാണ്, അപ്പൊ നല്ല സ്വഭാവമായിരിക്കും നിങ്ങൾ വിചാരിക്കല്ലേ. സത്യത്തില് എന്റെ സ്വഭാവം ശരിക്കും അറിയല് എന്റെ വീട്ടുകാർക്കാണ്, എന്റെ പുരക്കാർക്കാണ്. നമ്മളെ സ്വഭാവം ശരിക്കറിയൽ നമ്മുടെ ഭാര്യമാർക്കാണ്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുടെ അടുക്കൽ ഖൈറായ ആളാണ്, കുടുംബത്തിന് ഖൈറായ ആളാണ്. ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കുടുംബനാഥനാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളോടൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം. ഒരാളെ കൂടെ 2 ദിവസം യാത്ര ചെയ്ത് താമസിച്ചാൽ അയാളെ സ്വഭാവം ശരിക്കും മനസ്സിലാവും. ഇടപാട് നടത്തിയ സ്വഭാവം മനസ്സിലാകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി ആയിഷ ബീബിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് തങ്ങളുടെ സ്വഭാവം? തങ്ങളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് ആയിഷ ബീബിനോട് ചോദിച്ചത് എന്തിനാണ്? പള്ളിയിൽ എങ്ങനെയാണ്, നല്ല സ്വഭാവമാണോ എന്ന് സ്വഹാബികൾക്ക് അറിയാം. ആയിഷ ബീബി പള്ളിയിൽ വരാറില്ല. യുദ്ധത്തിന് പോകുമ്പോൾ, യാത്രയിൽ, കച്ചവടത്തിൽ, മാർക്കറ്റിൽ തങ്ങൾ എങ്ങനെയാണ് എന്നത് ആയിഷബിനോട് ചോദിക്കേണ്ടതില്ല. ആയിഷബിനോട് ചോദിച്ചെന്തിനാണെന്നറിയോ? വീട്ടിൽ എങ്ങനെയാണ് തങ്ങളുടെ സ്വഭാവം എന്നാണ്. ആയിഷ ബീബിന്റെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, തങ്ങളുടെ സ്വഭാവം പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ എന്തേ തങ്ങളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞത്? വഇന്നക ലഅലാ ഖുലുഖിൻ നദീം, ഏറ്റവും ഉന്നതമായ സ്വഭാവമാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും നല്ല സ്വഭാവം. നിങ്ങൾ നോക്കൂ, 5-6 മാസത്തോളം ഹിറയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇബാദത്ത് ചെയ്യുകയാണ്. റമളാൻ 27-ന്റെ വന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച രാവിലായിരുന്നു. മഹാനായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ഇഖ്റ എന്ന് പറയുന്നു. 1 കൂട്ടിപ്പിടിക്കുന്നു, 3 തവണ ആവർത്തിക്കുന്നു. 3-ാമത്തെ തവണ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തത് അറിയിച്ചു കൊടുത്ത പേന കൊണ്ടെഴുതാൻ പഠിപ്പിച്ച, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അങ്ങയുടെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ, കലാമും ഖദീമുമായ ഖുർആനിന്റെ ആദ്യാക്ഷരം മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാക്കുകളിലൂടെ, നാവിലൂടെ ഹിറയിലെ പാറക്കെട്ടുകളെ തട്ടി പ്രതിധ്വനിച്ചപ്പോൾ ജിബ്രീലുമായിട്ടുള്ള സമാഗമത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ഒന്ന് പേടിച്ചു പോയി. പനിച്ച് വിറച്ചിട്ടാണ് പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബിനോട് പറയുന്നത്, സമ്മിലൂനി ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ പുതപ്പിട്ട് മൂടിക്കൊണ്ട് തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. നോക്കുങ്ങള്, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവം, ആ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ നല്ല ഖൈർ നൽകട്ടെ. നമ്മുടെ വളയം നോർത്തിലുള്ള പെണ്ണുങ്ങളാണെങ്കിൽ, നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, നമ്മളൊരു സ്റ്റൈല് വെച്ചിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുക. രാത്രി ഇശാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു മഴയുള്ള സമയത്ത് വീട്ടിൽ നിന്ന് പോവുകയാണ്, കൊടയും ടോർച്ചെല്ലാം എടുത്തിട്ട്. പെണ്ണുങ്ങൾ പറഞ്ഞു, ഇടിയും മഴയും കാറ്റല്ലല്ലേ, പോണ്ട, പുരയിൽ തന്നെ നിസ്കരിച്ചോ. എന്നാലും സാറില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞങ്ങനെ പോയി. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴുണ്ട് തിരിച്ചു വരുന്നു, ബെല്ലടിക്കുന്നു. വാതിൽ തുറന്നു നോക്കുമ്പോൾ പോയ ആജിയാര് ചളിയിൽ വീണതാ. ഷർട്ടിനൊക്കെ കേടായി, കൈന്റെയും കാലിന്റെ എല്ലാം പെയിന്റ് പോയി, ഡ്രസ്സെല്ലാകെ പ്രശ്നത്തിലായി. ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ വരികയാണ്, കൊടയെല്ലാം ഇങ്ങനെ ചുക്കി ചുളിഞ്ഞു പോയി. അങ്ങനെ വാതിൽ തുറന്നാൽ നിങ്ങളെ ഈ വളയത്തെ, നിങ്ങളെ ഭാര്യ നല്ല സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയാ, സ്നേഹമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പറയും, നിങ്ങൾക്ക് ഇത് കിട്ടിയാ പോരാ, ഞാൻ പോകുമ്പോ തന്നെ പറഞ്ഞിട്ടേ പോണ്ടാന്ന്.
വലിയ ഔലിയാകാൻ വേണ്ടി പോയതല്ലേ എന്നാണ് സ്നേഹമുള്ള പെണ്ണുങ്ങൾ പറയാം. അവർ മരുന്ന് പരട്ടി തരും, പുതപ്പിട്ട് തരും, എല്ലാം ചെയ്തു തരും. പക്ഷെ ഇത് പറഞ്ഞാൽ ഇവർക്കൊരു സമാധാനവും. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ഖൈറ് നൽകട്ടെ. പെണ്ണുങ്ങൾ വിചാരിക്കും നമ്മൾ അതേ സ്വഭാവ ഉസ്താദിനെ അറിയട്ടോ. സ്നേഹം ഇല്ലാത്ത പെണ്ണുങ്ങളെ പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞാൻ പറയുന്നില്ല. സ്നേഹം ഉള്ള നല്ല പെണ്ണുങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. എന്തായാലും അവരത് പറയാണ്ടിരിക്കൂല. അവർക്കൊരു സമാധാനം കിട്ടണം എന്തൊന്ന് പറയണം. നോക്കൂ നിങ്ങൾ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സത്യത്തിൽ ഈ അവസ്ഥയിൽ മലയിറങ്ങി വന്നിട്ട് ഞാൻ എന്തോ കണ്ടു പേടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ പെണ്ണുങ്ങളെ ഭാഷയിലാണെങ്കിൽ എന്താ പറയേണ്ടതെന്നറിയോ? നിങ്ങൾക്ക് ഇത് കിട്ടിയാൽ പോരാ, നിങ്ങൾ എന്തിനാണ് ഈ 6 മാസം കുന്നിന്റെ മുകളിൽ പോയിട്ട് രാത്രി ഇബാദത്ത് ചെയ്യുന്നത്? കാബന്റെ അടുത്തല്ലേ പുരയുള്ളത്, കാബന്റെ അടുത്ത് പോയി കൂടെ? നിങ്ങൾ എന്തിനാണ് പാറിനുള്ളിൽ പോയത്? അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്. ഖദീജ ബീവിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സ് അങ്ങനെയല്ല. കാരണം ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു അവസരം കാത്തു നിൽക്കുകയാണ്. 15 കൊല്ലമായി തങ്ങളെ കൂടെ താമസിക്കുന്ന മഹദിയാണ്. ഈ ഒരവസരത്തിന് കാത്തു നിൽക്കുകയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. 15 കൊല്ലം മുൻപ് അതേ മൈസറത്തിന്റെ കൂടെ കച്ചവടത്തിന് പറഞ്ഞേച്ചപ്പോൾ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 2 ഭർത്താവ് കഴിഞ്ഞുപോയി. 5 മക്കളുണ്ട്, 3 ആൺകുട്ടികളും 2 പെൺമക്കളും. 5 മക്കളെ ഉമ്മയാണ് ഖദീജ ബീബി. 40 വയസ്സുണ്ട്. കല്യാണം ആലോചിച്ച് പലരും വരുന്നുണ്ട്. വേണ്ടാന്ന് തീരുമാനിച്ച് കച്ചവടം റെഡിയാക്കി ഉഷാറാക്കാൻ വേണ്ടി നിന്നതാണ്. അപ്പോഴാണ് കച്ചവടത്തിൽ നല്ല വിശ്വസ്തനായ ആള് വേണമെന്ന ചിന്തയിൽ അൽ അമീന്റെ അടുക്കലേക്ക് വിഷയം നീളുന്നത്. അൽ അമീൻ ജോലിയേറ്റപ്പോൾ ഷാമിലേക്കുള്ള കച്ചവട സംഘത്തിന്റെ കൂടെ ഗൈഡായിട്ട് അയച്ച ആളാണ് മൈസറത്ത് എന്ന അടിമ. ആ മൈസറത്ത് തിരിച്ചു വന്നപ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. സയ്യിദത്തെ അജബൻ അജബാ, എന്തൊരു അത്ഭുതമാണ്, അത്ഭുതമാണ്. ഖദീജ ബീവി പറയുന്ന കച്ചവടം ഭയങ്കര ലാഭം തന്നെ, വലിയ അത്ഭുതം തന്നെ. കച്ചവടത്തിന്റെ കാര്യമല്ല, അമീറിന്റെ കാര്യമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് വരെയും അവിടെ എത്തിയിട്ടും തിരിച്ചു വരുന്നത് വരെയും നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങൾ ചൂടുകൊണ്ട് വേർക്കുകയാണ്. അൽ അമീന് മാത്രം വെയിൽ കൊള്ളുന്നില്ല, മേഘം തണലിടുകയാണ്. ബുസ്ര ഷാമിന്റെ ഒരു ഭാഗമാണ്. അവിടെ എത്തിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിച്ചപ്പോൾ നസ്തൂറ എന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ വന്നിട്ട് അൽ അമീന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് മുതുകിന്റെ ഭാഗത്തേക്കും കൂടി നോക്കിയിട്ട് എന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കും, നിങ്ങളെ കൂടെ ഉള്ള ആളാണോ അത്? അതേ എന്ന് മറുപടി പറഞ്ഞപ്പോ പറയുന്നു, ഇദാ വുലിദൽ മൗലൂദു ബിത്തിഹാമ ബൈന കതിഫൈഹി ശാമ കാനത് ലഹുൽ ഇമാമ ഇലാ യൗമിൽ ഖിയാമ. തിഹാമ എന്ന് പറഞ്ഞാൽ മക്കയുടെ പഴയ പേര്. മക്കയിൽ തിഹാമയിൽ ഒരു നബി വരാനുണ്ട്. ആ നബിയുടെ മുതുകിൽ ഖത്മുൻ നുബുവത്തിന്റെ സീലുണ്ട്. ഖിയാമത്ത് നാൾ വരെ വേറൊരു നബി വരാനില്ലാത്തതിനാൽ ഖാത്തിമുൻ നബിയായി വന്ന ആളാണ്. ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അമ്പിയാക്കളല്ലാത്തവർ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കാറില്ല. അതുകൊണ്ട് ഈ മഹാനെ കൊണ്ട് നിങ്ങൾ അധികം പണിയെടുപ്പിക്കരുതേ. മൈസറത്തിനോട് അന്ന് നസ്തൂറ പണ്ഡിതൻ പറഞ്ഞതാണ്. ഇത് ഖദീജ ബീവിയോട് പറഞ്ഞത് 15 കൊല്ലം മുൻപാണ്. അപ്പോഴാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കൽബിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നത്, അല്ലാഹുവേ, എനിക്ക് നല്ലോണം സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, ജീവിത സൗഭാഗ്യങ്ങളൊക്കെയുണ്ട്, കല്യാണാലോചന പലതും വന്ന് വേണ്ടാന്ന് വെച്ചതാണ്. അൽ അമീന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആഖിറുൻ നബിയായി വരുന്ന ആളാന്നാ പറയുന്നത്. ഒരു നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഉമ്മത്തിലെ ഉമ്മയാണ്. നബിയുടെ മക്കളെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അഹ്ലു ബൈത്തിന്റെ ഉമ്മയാണ്. അൽ അമീനെ ഒന്ന് ജീവിതത്തിലേക്ക് ക്ഷണിച്ചാലോ, അല്ലാഹ്, സൗന്ദര്യം കണ്ടിട്ടല്ല, കച്ചവടത്തിന്റെ മിടുക്ക് കണ്ടിട്ടല്ല, അൽ അമീനായ തങ്ങൾ ആഖിറുൻ നബിയായി വരുമെന്ന് മൈസറത്തിന്റെ നാവിലൂടെ കേട്ടത് മുതലാണ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹാ അൽ അമീനായ തങ്ങളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ ആലോചിച്ചതും മാളവിട്ടതും. അബൂ ത്വാലിബിനോട് സംസാരിച്ചിട്ടാണ് കല്യാണമൊക്കെ റെഡിയാക്കി സംസാരിച്ച് അതാ കല്യാണം നടക്കുന്നത്. ഞാൻ പറഞ്ഞത് അന്ന് 15 കൊല്ലം മുൻപ്
ഖദീജ ബീബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ മഹദിയായ ഖദീജ ബീബി കാത്തു നിൽക്കുകയാണ് ആ സുലഭ നിമിഷത്തിന്, നബുവത്തിന്റെ പ്രഖ്യാപനത്തിന്. ഇറങ്ങി വന്നിട്ട് പുതപ്പിട്ട് മൂടൂ, ഞാനെന്തോ കണ്ടു പേടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ ഏറ്റവും വലിയ സുരക്ഷിതമായ കവചമൊരുക്കുകയാണ്. പുതപ്പിട്ട് മൂടിക്കൊണ്ട് മൗലീദ് ചൊല്ലുകയാണ്. കല്ലാ വല്ലാഹി ലാ യുഖ്സീകല്ലാഹു അബദാ. അൽ അമീനെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, അല്ലാഹു തആല നിങ്ങളെ ദുഃഖിപ്പിക്കൂല, സങ്കടപ്പെടുത്തൂല. ഇത് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ച് തടവി കൊടുത്തുകൊണ്ട് പിന്നെ ഖദീജ ബീബി പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനമാണ്, മദ്ഹാണ്. എന്തുകൊണ്ടാണ് അങ്ങേ അല്ലാഹ് സങ്കടപ്പെടുത്തൂല എന്ന് പറഞ്ഞത്? ഇന്നക ലതസിലു റഹിം വതഹ്മിലുൽ കല്ല വതക്സിമിൽ മഅദൂം. അങ്ങ് പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്ന ആളാ, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാ, അങ്ങ് അതിഥികളെ ബഹുമാനിക്കുന്ന ആളാണ്, അയൽവാസികൾക്ക് സ്നേഹം കൊടുക്കുന്ന ആളാണ്, അവശത അനുഭവിക്കുന്നവർക്ക് അഭയം നൽകുന്ന ആളാണ്. തങ്ങളെ ബഹുമാനം, തങ്ങളെ മദ്ഹ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ നബുവത്തിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തങ്ങളെ മൗലീദ് ചൊല്ലുന്നു. എല്ലാ മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു. സുബ്ഹാന ജല്ല ജലാലു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമാണ്. ആദ്യം തന്നെ തങ്ങളെ വിശ്വസിച്ചത് ആരാണ്? മഹദിയായ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ. പുരുഷന്മാരുടെ കൂട്ടത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കുട്ടികളെ കൂട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് ആണ്. അടിമകളെ കൂട്ടത്തിൽ സെയ്ദ് ബിൻ ഹാരിസ് ആണ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ മഹാന്മാരൊക്കെ സ്വർഗ്ഗത്തിൽ കാണാനും അവരിൽ നിന്നത് കേൾക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ.